ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രഞ്ജീസ് മാജിക് ബാറ്റ് ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഫുൾ ആക്ടിവിറ്റീസുമാണ്. പേജ് നമ്പർ 97 ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഫേറ്റ് ഓഫ് ടീം ഇൻ രഞ്ജീസ് ഹാൻഡ്സ്. ഇപ്പോൾ രഞ്ജിയുടെ കയ്യിലാണ് ടീമിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് എന്ന് പറയാൻ കാരണം എന്താണ്? രഞ്ജി സ്റ്റുഡ് അറ്റ് ദ ക്രീസ്, his team's fate resting on him. With 60 runs needed and 4 wickets down, he was the last batsman. 60 റൺസും വേണം, 4 വിക്കറ്റ് അഞ്ച് വീണിട്ടുമുണ്ട്. അപ്പോൾ ഹി വാസ് ദ ലാസ്റ്റ് ബാറ്റ്സ്മാൻ. അവിടെയുള്ള ലാസ്റ്റ് ബാറ്റ്സ്മാൻ അദ്ദേഹമായിരുന്നു. ദ റെസ്റ്റ് വെർ ബൗളേഴ്സ് അൺടെസ്റ്റഡ് വിത്ത് ദ ബാറ്റ്. രഞ്ജീസ് പാസ്റ്റ് പെർഫോമൻസ് ഹാഡ് ഏൺഡ് ട്രസ്റ്റ് ആൻഡ് നൗ ഹീ ഹാഡ് ടു ഡെലിവർ. അപ്പോൾ പണ്ടുള്ള ആ ഒരു പെർഫോമൻസൊക്കെ കാരണം ടീമിന് രഞ്ജിയിൽ നല്ല ഫെയ്ത്ത് ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇനി കളി പുറത്തിറക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ പേജ് നമ്പർ 97 കഴിഞ്ഞു. ഇനി 98 2 ചോദ്യങ്ങളുണ്ട്. വൈ വാസ് മിസ്റ്റർ കുമാർസ് സ്പോർട്സ് ഷോ സ്പെഷ്യൽ ഫോർ രഞ്ജി? എന്തുകൊണ്ടാണ് കുമാറിൻ്റെ ഷോപ്പ് സ്പെഷ്യലായിട്ട് തോന്നിയത്? മിസ്റ്റർ കുമാർ സ്പോർട്സ് ഷോപ്പ് വാസ് സ്പെഷ്യൽ ഫോർ രഞ്ജി ബിക്കോസ് മിസ്റ്റർ കുമാർ എ ഫോമർ സ്റ്റേറ്റ് പ്ലെയർ. എന്തായിരുന്നു? ഫോമർ സ്റ്റേറ്റ് പ്ലെയർ ആണ്. എൻകറേജ് യങ് പ്ലെയേഴ്സ് ലൈക്ക് ഹിം. അപ്പം ചെറുപ്പക്കാരായ കളിക്കാരെയൊക്കെ എൻകറേജ് ചെയ്യുമായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അത് ഇവിടെ ഉള്ളത്, വാട്ട് ഡിഡ് രഞ്ജി യൂഷ്വലി ലൈക്ക് ടു ഡു ഇൻ കുമാർസ് ഷോപ്പ്? കുമാറിൻ്റെ ഷോപ്പിൽ എന്ത് ചെയ്യാനാണ് രഞ്ജിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്? രഞ്ജി യൂഷ്വലി ലൈക്ക്ഡ് ടു ബ്രൗസ് ക്രിക്കറ്റ് ബാറ്റ്സ്, ബോൾസ് ആൻഡ് അതർ സ്പോർട്സ് എക്യുപ്മെൻറ്റ് ഇൻ ദ ഷോപ്പ്. ഹി ഓൾസോ വാല്യൂഡ് മിസ്റ്റർ കുമാർസ് അഡ്വൈസ് ആൻഡ് ഗൈഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 99 2 ചോദ്യങ്ങളാണുള്ളത്. നോക്കാം. ആദ്യത്തെ ചോദ്യം, വൈ ഡിഡ് മിസ്റ്റർ കുമാർ കോൾ വൺ ഓഫ് ദ ക്രിക്കറ്റ് ബാറ്റ്സ് ദ ലക്കിയസ്റ്റ്? എന്തുകൊണ്ടാണ് കുമാർ ക്രിക്കറ്റ് ബാറ്റ് ലക്കിയസ്റ്റ് ആണ് എന്ന് പറഞ്ഞത്? മിസ്റ്റർ കുമാർ കോൾഡ് ദ ബാറ്റ് ദ ലക്കിയസ്റ്റ് ബിക്കോസ് ഹി ഹാഡ് മെയ്ഡ് എ സെഞ്ചുറി വിത്ത് ഇറ്റ് ഇൻ എ മാച്ച്. ഒരു മാച്ചിൽ ആ ബാറ്റ് കൊണ്ട് 100 റൺ ഉണ്ടാക്കിയിട്ടുണ്ട്. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100 റൺസ്. അതുകൊണ്ട് തന്നെ അത് ഭാഗ്യമുള്ള ബാറ്റ് എന്ന് അദ്ദേഹം പറയുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് രഞ്ജി റിയാക്ട് വെൻ മിസ്റ്റർ കുമാർ ഓഫേർഡ് ഹിം ദ ബാറ്റ്? അപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ? കുമാർ അയാളുടെ ലക്കിയസ്റ്റ് ബാറ്റ് കൊടുത്തപ്പോൾ എന്തായിരുന്നു രഞ്ജിയുടെ റിയാക്ഷൻ? Ranji's reaction when Mr. Kumar offered him the bat. Ranji took the bat with awe and delight, feeling grateful and hopeful that it would change his luck. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ഭാഗ്യ വരെ തന്നെ മാറ്റിമറിക്കുമെന്ന് വിശ്വസിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് രഞ്ജി റിയാക്ട്? അത് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് രഞ്ജി ലൂസ് ഹിസ് മാജിക് ബാറ്റ്? പിന്നീട് മാജിക് ബാറ്റ് നഷ്ടപ്പെട്ടു അല്ലേ? അതെങ്ങനെയായിരുന്നു നഷ്ടപ്പെട്ടത്? നമുക്ക് നോക്കാം. രഞ്ജി ലോസ്റ്റ് ഹിസ് മാജിക് ബാറ്റ് ബൈ ലീവിങ് ഇറ്റ് ഓൺ ദ ബസ്സിലാണ് വെച്ച് മറന്നുപോയത്. വൈൽ ടേക്കിംഗ് ഹിസ് ഇഞ്ചേർഡ് ടീംമേറ്റ് ബീം ടു ദ ഹോസ്പിറ്റൽ. പരിക്കു പറ്റിയ ടീംമേറ്റായ ബീമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബസ്സിൽ വെച്ച് മറന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A bat has magic only when the batsman has magic. Why does Mr. Kumar so? ഒരു ബാറ്റിന് മാജിക് ഉണ്ടാകുക ബാറ്റ്സ്മാന് മാജിക് ഉള്ളപ്പോൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് കുമാർ അങ്ങനെ? Ranji's good score resulted from Mr. Kumar's encouragement and his newfound confidence. Believing in his own abilities, he scored 75 runs, proving that success comes from within. അപ്പോൾ അദ്ദേഹം 75 റൺസാണ് പിന്നീട് മറ്റേ ബാറ്റ് ഉപയോഗിച്ചിട്ട് നേടിയത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പ്രൂവിങ് ദാറ്റ് സക്സസ് കംസ് ഫ്രം വിത്തിൻ. നമ്മളിൽ നിന്നാണ് നമ്മുടെ സക്സസ് വരുന്നത്. Neither do you think Ranji understood the meaning of confidence by the end of the conversation? Yes.
Renji understood the meaning of confidence by the end of the conversation. Mr. Kumar explained it simply. Confidence is knowing you are good. Confidence എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ നല്ലതാണ് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നതാണ്. Renji understood confidence as knowing you are good after Mr. Kumar explained it and proved it by scoring 75 runs without his lucky bat. അപ്പോൾ അദ്ദേഹം അതെങ്ങനെ തിരിച്ചറിഞ്ഞു? ലക്കി ബാറ്റ് ഇല്ലാണ്ട് 75 റൺസ് അദ്ദേഹം സ്വന്തമായിട്ടെടുത്തു. അതിൽ നിന്ന് മനസ്സിലാക്കി കോൺഫിഡൻസ് എന്ന് പറയുന്നത് ബാറ്റിൽ നിന്നുമല്ല നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി. വാട്ട് ഹെൽപ്ഡ് രഞ്ജി മേക്ക് എ ഗുഡ് സ്കോർ? ഒരു നല്ല സ്കോർ ഉണ്ടാകാൻ രഞ്ജിനെ സഹായിച്ചത് എന്തായിരുന്നു? രഞ്ജി ഗ്രേസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് കോൺഫിഡൻസ് ബൈ ദ എൻഡ് ഓഫ് ഹിസ് കോൺവെർസേഷൻ വിത്ത് മിസ്റ്റർ കുമാർ. Empowered by his newfound understanding, Renji's self-belief and determination enabled him to excel on the field. അപ്പോൾ രഞ്ജിയും കുമാറും തമ്മിലുള്ള ഒരു കോൺവെർസേഷന് അദ്ദേഹത്തിന് ആ കൺസെപ്റ്റ് മനസ്സിലായി, കോൺഫിഡൻസ് എന്ന കൺസെപ്റ്റ് മനസ്സിലായി. അതിലൂടെ അദ്ദേഹത്തിന് സെൽഫ് ബിലീഫ്, സ്വയം വിശ്വാസം, സ്വന്തത്തോടൊരു വിശ്വാസം തോന്നി. ആൻഡ് ഡിറ്റർമിനേഷൻ, പിന്നെ ഒരു തീരുമാനം എടുത്തു. എനേബിൾ ഹിം ടു എക്സൽ on the field. His impressive score of 75 runs achieved without relying on his lucky bat. അപ്പോൾ ലക്കി ബാറ്റ് ഇല്ലാതെയാണ് 75 റൺസ് പൂർത്തിയാക്കിയത്. ഡെമോൺസ്ട്രേറ്റഡ് ദ ട്രാൻസ്ഫോർമേറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് മിസ്റ്റർ കുമാർസ് ഗൈഡൻസ് ആൻഡ് എൻകറേജ്മെൻറ്റ്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് എന്താണ്? മിസ്റ്റർ കുമാറിൻ്റെ ഗൈഡൻസും അതേപോലെ തന്നെ എൻകറേജ്മെൻറ്റുമാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കവർ ചെയ്തു. പിന്നെ റസ്കിൻ ബോണ്ടിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഫേമസ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ഹു ഹാസ് പബ്ലിഷ്ഡ് എ നമ്പർ ഓഫ് നോവൽസ് ആൻഡ് കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, മോസ്റ്റ് ദം ഫോർ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതൽ സ്റ്റോറീസൊക്കെ ഉണ്ടാക്കിയത്. ഹി ഹാസ് ബീൻ ഓണേർഡ് വിത്ത് പത്മശ്രീ ആൻഡ് പത്മഭൂഷൺ അവാർഡ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ. അപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീയും പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റത്തെ റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ കുമാർ ആൻഡ് രഞ്ജി. എന്താണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ? വാട്ട് ഡു യു നീഡഡ് വാസ് കോൺഫിഡൻസ്. നിനക്ക് എന്താണ് വേണ്ടത്? കോൺഫിഡൻസ് ആണ്. നോട്ട് എ ബാറ്റ്, നിങ്ങൾക്ക് ബാറ്റ് അല്ല വേണ്ടത്. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദ ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. അപ്പോൾ ചോദിക്കണം വാട്ട്സ് കോൺഫിഡൻസ് ആസ്ക്ഡ് രഞ്ജി. ഇറ്റ് വാസ് ന്യൂ വേർഡ് ഫോർ ഹിം. അപ്പോൾ കോൺഫിഡൻസ് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു പുതിയ വേർഡായിരുന്നു. Confidence, said Mr. Kumar slowly. Confidence is knowing you are good and I can be good without the bat. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാറ്റില്ലാണ്ട് ഗുഡ് ആവാൻ പറ്റുമോ എനിക്ക് എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. As you know, each of you certain qualities which makes you confident in your activities. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ക്വാളിറ്റീസൊക്കെ ഉണ്ടാവും. നിങ്ങളിൽ തന്നെയുള്ള ക്വാളിറ്റീസ് നിങ്ങൾക്കറിയാം. അത് നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കും. ലൈക്ക് യുവർ ഫിംഗർ പ്രിൻറ്റ്സ്, ദേ മേ ബി യുണീക്ക് ടു യു. ദീസ് ക്വാളിറ്റീസ് ടുഗദർ വിത്ത് യുവർ എക്സ്പീരിയൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ് empowers to shine in your classroom. You to shine in your classroom and in the world outside. അപ്പോൾ നിങ്ങളെയും അതേപോലെ തന്നെ എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടാവും നിങ്ങളെ ക്ലാസ് റൂമിലോ അതേപോലെ തന്നെ പുറത്തുള്ള വേൾഡിലും ഷൈൻ ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ് എന്ന് എഴുതാനാണ്. യു മൈറ്റ് ഹാവ് സം ക്വാളിറ്റീസ് ഇൻ യു സച്ച് എ സെൻസ് ഓഫ് ഹ്യൂമർ. ചിലപ്പോൾ നിങ്ങൾക്ക് തമാശ പറയാനുള്ള കഴിവുണ്ടാവും. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. എമ്പതി ഉണ്ടാവും. തിങ്ക് അബൌട്ട് എ ഫ്യൂ മോർ ക്വാളിറ്റീസ് ദാറ്റ് യു മേക്ക് യുണീക്ക്. അപ്പം നിങ്ങളെ ഒരു യുണീക്ക് ആക്കുന്നത്, അതായത് നിങ്ങളിൽ മാത്രമുള്ള എന്തെങ്കിലും എബിലിറ്റി ഉണ്ടെങ്കിൽ അത് എഴുതാനാണ്. അപ്പോൾ കുറച്ച് എബിലിറ്റീസൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺഫിഡൻസ് കംസ് ഫ്രം എ മിക്സ് ഓഫ് ക്വാളിറ്റി, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ക്വാളിറ്റീസിലൂടെയും അതേപോലെ ഒരുപാട് സ്കിൽസിലൂടെയും ഒരുപാട് എക്സ്പീരിയൻസിലൂടെയാണ്. ഇത് എന്തൊക്കെയാണ്? പേഴ്സണൽ ക്വാളിറ്റീസ്, അതായത് ചിലവർക്ക് പേഴ്സണൽ ക്വാളിറ്റീസ് നല്ലതായിട്ടുണ്ടാവും, അതായത് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതേപോലെ ക്രിയേറ്റിവിറ്റി. ഇനി സ്കിൽസ്, ചിലവർക്ക് സ്കിൽസ് ഉണ്ടാവും. പാട്ട് പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ വരയ്ക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ നല്ലവണ്ണം പ്രസംഗിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിനുള്ള കഴിവ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ആർട്ട്, പബ്ലിക് സ്പീക്കിംഗ്, ലീഡർഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ട് അത് എഴുതുക. ഇനി ക്യാരക്ടർ ട്രെയ്റ്റ്സ്, പിന്നെ നമുക്ക് ക്യാരക്ടർ വൈസ് നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും അല്ലേ. കൈൻഡ്നസ്, ഇൻറ്റഗ്രിറ്റി, ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങളുണ്ടാവും. ഓവർകമ്മിങ് ചാലഞ്ചസ്, അക്കാഡമിക് സക്സസ്, ഇതൊക്കെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്.
അപ്പോൾ റിഫ്ലക്റ്റിംഗ് ഓൺ യുവർ സ്ട്രെങ്ത് ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് ഹെൽപ്സ് ലെവറേജ് ദം ഫോർ ഫ്യൂച്ചർ സക്സസ്. അതിൻ്റെ തന്നെ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. The match ended in a draw, but Ranji's 75 was the talk of the school. അപ്പോൾ മാച്ച് ഡ്രോ ആയി, പക്ഷേ 75 രഞ്ജിയുടെ 75 എന്ന റൺസ് വലിയൊരു സംസാര വിഷയമായി. രഞ്ജിസ് പെർഫോമൻസ് ഈസ് നൗ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. ഹിയർ ഈസ് എ കമൻറ്റ് ഗിവൻ ബൈ ഹിസ് ഫ്രണ്ട് നിഹാൽ. അപ്പോൾ അവരുടെ ഫ്രണ്ടായ നിഹാലിൻ്റെ കമൻറ്റാണ്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ബ്രാവോ രഞ്ജി, യു പ്ലേഡ് amazingly and everyone loved it, and now everyone is talking about it. You are a star, Ranji. Keep going. Kudos to you for playing so well. The team is lucky to have star like you. You are awesome. അപ്പോൾ നിഹാൽ 7th Aയിലെ നിഹാൽ എഴുതിയ കമൻറ്റാണ്. വളരെ നല്ല ഉഷാറായിട്ട് നീ കളിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും നിന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത്, നീ ഇപ്പോൾ ഒരു സ്റ്റാറാണ്. യു ആർ എ സ്റ്റാർ രഞ്ജി. കീപ് ഗോയിങ്. കുഡോസ് ടു യുവർ പ്ലേയിങ് സോ വെൽ. ഇങ്ങനെയൊക്കെയാണ് ഒരു കമൻറ്റ് വന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നമ്മൾ കമൻസൊക്കെ കാണാറുണ്ട്. ഇനി നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? എ ക്രിസ്പ് കമൻറ്റ് ലൈക്ക് ദിസ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഓൺ വാരിയസ് ഒക്കേഷൻ ഇൻ ലൈഫ് ഡ്യൂ ടു ഇറ്റ്സ് എബിലിറ്റി ടു കൺവേ ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് പ്രിസസ്ലി. അപ്പോൾ നമ്മുടെ ഐഡിയാസും ഇമോഷൻസൊക്കെ നമുക്ക് കൺവേ ചെയ്യാൻ ഇങ്ങനത്തെ കമൻസൊക്കെ നമ്മളെ സഹായിക്കും. ഫസ്റ്റ് എന്താണ്? ക്യാൻ യു മേക്ക് സം ക്രിസ്പ് കമൻറ്റ്സ് ഓൺ രഞ്ജീസ് വണ്ടർഫുൾ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ രഞ്ജീസ് വണ്ടർഫുൾ പെർഫോമൻസിന് ഒരു ക്രിസ്പ് കമൻറ്റ് കൊടുക്കുകയാണ്. എന്തെല്ലാമായിരിക്കും നമ്മൾ കൊടുക്കുക? നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. രഞ്ജി, യു സ്മാഷ്ഡ് ഇറ്റ്. നീ തകർത്തു. 75 റൺസ്, അൺഫോർഗറ്റബിൾ. ഇനി നമ്മൾ അടുത്തത് സ്റ്റാർ ഓഫ് ദ മാച്ച്, കീപ് ഷൈനിങ് രഞ്ജി. Your bat spoke volumes, outstanding performance. Next, Ranji, you are a game changer, proud of you. ഇനി അടുത്തത് അൺബിലീവബിൾ ഇന്നിങ്സ്, യു ആർ എ ക്രിക്കറ്റ് സെൻസേഷൻ. ഇനി അതേപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇമാജിൻ യുവർ ഫ്രണ്ട് ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ ഇൻ്റർ സ്കൂൾ ഡ്രാമ കോൺടെസ്റ്റ്. കൺഗ്രാറ്റുലേറ്റ് ഹെർ യൂസിങ് ക്രിസ്പ് കമൻസ്. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഡ്രാമ കോൺടെസ്റ്റിൽ. അപ്പോൾ അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനത്തെ ഏതെങ്കിലും കമൻറ്റ് എഴുതാനാണ്. യു സ്റ്റോൾ ദ ഷോ. നീ ആ ഷോ കൊണ്ടുപോയി. കൺഗ്രാറ്റുലേഷൻ ബെസ്റ്റ് ആക്ട്രസ്. നെക്സ്റ്റ്, യുവർ ടാലൻറ്റ് ഷൈൻസ് ബ്രൈറ്റ്, പ്രൗഡ് ഓഫ് യു. സ്റ്റാൻഡിങ് ഒവേഷൻ ഫോർ യു, വെൽ ഡിസേർവ്ഡ് വിൻ. You brought a character to life, outstanding performance, dazzling performance, you deserve the spotlight. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ക്രിസ്പ് കമൻറ്റ് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിലുള്ള തന്നെ ഒരു സെൻറ്റൻസ് ആണ്. എന്താണ്? ഹിസ് ടീം ഹാഡ് എ ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം. അവരുടെ ടീമിന് അവനിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. ഫോർ ഹീ ഹാഡ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഇറ്റ്സ് മാച്ചസ്. എന്തുകൊണ്ടാണ് വിശ്വാസം വരാൻ കാരണം? വളരെ കുറേ മാച്ചിലൊക്കെ ഒരുപാട് റൺസൊക്കെ എടുത്ത ആളാണ്. On his way home, he bought a dozen ladoos, 6 for his neighbor Koki and 6 for Mr. Kumaram. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിൽ അദ്ദേഹം 12 ലഡു വാങ്ങി, ഡസൻ ലഡൂസ് വാങ്ങി. 6 നെയ്ബറിനും 6 ആയിരിക്കാണ് മിസ്റ്റർ കുമാറിനുമാണ്. ഇനി ഞാൻ നമുക്ക് അടുത്ത വായിച്ചു നോക്കാം. വാട്ട് ഡു യു ഒബ്സർവ് അബൌട്ട് രഞ്ജീസ് ക്യാരക്ടർ ഫ്രം ദീസ് സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രഞ്ജിയെക്കുറിച്ച് എന്താണ് മനസ്സിലാവുന്നത്? ടു അനലൈസ് ദ ക്യാരക്ടർ ഓഫ് രഞ്ജി ഫർദർ ഗോ ത്രൂ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ രഞ്ജിയുടെ ക്യാരക്ടറെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം. ഹൗ ഡസ് രഞ്ജി ബിഹേവ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തത്? വാട്ട് ഈസ് ഹിസ് ജനറൽ ആറ്റിറ്റ്യൂഡ്? ഹൗ ഡസ് ഹി ക്യാരി ഔട്ട് ഹിസ് ഡ്യൂട്ടീസ്? ഹൗ ഡസ് ഹി ഡിസ്റ്റിങ്വിഷ് ഹിംസെൽഫ്? ഈ ചോദ്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലവ്സ് പ്ലേയിങ് ക്രിക്കറ്റ്, ഹാർഡ് വർക്കിംഗ്, അംബീഷ്യസ്,
പിന്നെ അതേപോലെ റെഡി ടു ഫേസ് ചലഞ്ച്, ഹംബിൾ ആൻഡ് മോഡസ്റ്റ്, ലൈക്സ് ടു മേക്ക് ഫ്രണ്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് രഞ്ജിയെക്കുറിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. രഞ്ജി ഈസ് വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽ വിത്ത് ഇംപ്രസീവ് ക്രിക്കറ്റ് ക്രിക്കറ്റ് സ്കിൽസ്. അപ്പോൾ ഒരുപാട് ക്രിക്കറ്റ് സ്കില്ലുള്ള ഒരാളാണ്. വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽ, ഒരു നല്ലൊരു ഇൻഡിവിജ്വലാണ്. വിത്ത് ഇംപ്രസീവ് ക്രിക്കറ്റ് സ്കിൽസ്, കൈൻഡ് ഹാർട്ട്, നല്ലൊരു മനസ്സാണ്. ആൻഡ് എ സ്ട്രോങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, നല്ലൊരു റെസ്പോൺസിബിൾ ആളാണ്. ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് ഇൻതൂസിയാസം മേക്ക് ഹിം invaluable team player and inspiring the role model. Ranji's character shines through his actions. His team's faith in him underscores his reliability and cricket skill. Buying laddus for his neighbor Koke and Mr. Kumar reveals his kindness, gratitude and thoughtfulness. Ranji likely carries himself with humility and confidence in public. His general attitude is positive and optimistic. He takes responsibility seriously, especially in cricket. Ranji distinguishes himself through exceptional skills, kindness and humility. അപ്പോൾ രഞ്ജിയെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് നല്ലവണ്ണം പഠിച്ചു വെക്കുക. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. What do you think of Mr. Kumar? Pick out Mr. Kumar's qualities from the list given below. ഇനി അടുത്തത് മിസ്റ്റർ കുമാറിനെ കുറിച്ചാണ്. മിസ്റ്റർ കുമാറിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. കുറച്ച് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എൻകറേജിങ്, കൈൻഡ്, ക്രൂവൽ, ജനറസ്, സ്പോർട്സ്മാൻലി, ഫ്രണ്ട്ലി, സെൽഫിഷ്, ഹെൽപ്ഫുൾ, കണ്ണിങ്, അരോഗൻറ്റ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ കുമാറിൻ്റേതായിട്ടുള്ളത്. എന്താണ്, അദ്ദേഹം എൻകറേജിങ് ആണ്, കൈൻഡ് ആണ്, ക്രൂവൽ അല്ല, ജനറസ് ആണ്, സ്പോർട്സ്മാൻ ആണ്, ഫ്രണ്ട്ലി ആണ്, സെൽഫിഷ് അല്ല, ഹെൽപ്ഫുൾ ആണ്, കണ്ണിങ് അല്ല, അരോഗൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. മിസ്റ്റർ കുമാർ അപ്പിയേഴ്സ് ടു ബി എ സപ്പോർട്ടീവ് ആൻഡ് കെയറിങ് ഇൻഡിവിജ്വൽ ഹൂ എൻകറേജസ് യങ് ടാലൻറ്റ്. അപ്പോൾ കുമാർ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവും അതേപോലെ തന്നെ ഒരു കെയറിങ് ഇൻഡിവിജ്വലും ആണ്. എപ്പോഴും അദ്ദേഹം എൻകറേജ് ചെയ്യാനും. ഈസ് റെസിപ്റ്റ് ഓഫ് ലഡൂസ് ഫ്രം രഞ്ജി സജസ്റ്റഡ് എ വാം റിലേഷൻഷിപ്പ്. അപ്പോൾ അവരുടെ ആ ഒരു ലഡു കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാം റിലേഷൻഷിപ്പാണ് അവിടെ കാണുന്നത്. ആസ് എ നെയ്ബർ ഓർ മെൻറ്റർ മിസ്റ്റർ കുമാർ ലൈക്ലി പ്രൊവൈഡ്സ് ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ഫോസ്റ്ററിങ് രഞ്ജീസ് ഗ്രോത്ത്. അപ്പോൾ രഞ്ജിയുടെ ഗ്രോത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുമാർ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്പീച്ച് ആൻഡ് ഡെലിവർ ഇറ്റ് ഇൻ ദ ക്ലാസ്. ഇനി നമുക്ക് അടുത്തതൊരു സ്പീച്ച് തയ്യാറാക്കാനാണ്. എന്തൊക്കെയാണ്? ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ് ടു ബിഗിൻ വിത്ത് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്പീച്ച്, അച്ചീവ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ഗെയിൻഡ്, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഫെലിസിറ്റേഷൻ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു പേഴ്സൻ്റെ അച്ചീവ്മെൻറ്റ് നമ്മൾ എൻകറേജ് ചെയ്യാനും അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനുമാണ് നമ്മൾ പിന്നെ സ്പീച്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്പീച്ച് ആൻഡ് ഡെലിവർ ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇവിടെ ഒരു ഫോം തന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് വിത്ത് ഇമ്മൻസ് പ്രൈഡ് ആൻഡ് ജോയ് ദാറ്റ് വി ഹാവ് ഗാദേർഡ് ഹിയർ ടുഡേ ടു, പിന്നെ നമ്മൾ ബാക്കി എഴുതണം. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് വിത്ത് ഇമ്മൻസ് പ്രൈഡ് ആൻഡ് ജോയ് ദാറ്റ് വി ഹാവ് ഗാദേർഡ് ഹിയർ ടുഡേ ടു ഹോണർ ആൻ എക്സെപ്ഷണൽ ഇൻഡിവിജ്വൽ രഞ്ജി on his outstanding achievement in the cricket. Ranji, your remarkable skills and dedication have earned you numerous distinctions and we are thrilled to celebrate your success. Your passion, perseverance and teamwork have inspired us all. Your impressive record, including scoring 75 runs, has made our school proud. Your accomplishments serve as a shining example for aspiring cricketers. And let's not forget the lesson you have taught us today. It is not just about the bat, it is about the magic with the batsman. Congratulations once again, Ranji. Your achievements will continue to motivate us. We wish you continued success and glory in your cricketing journey. Thank you. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പീച്ച് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹിയർ ഈസ് ആൻ എക്സെപ്റ്റ് ഫ്രം
except from a running commentary of a test cricket match between England and Australia. അപ്പോൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു കമൻട്രിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ കമൻട്രിയൊക്കെ. വെൽക്കം ബാക്ക് ടു ഫൈനൽ മാച്ച് ഓഫ് ദിസ് ഹിസ്റ്ററി മേക്കിംഗ് ആഷ് സീരീസ്. ഇറ്റ് ഈസ് ബിൻ an absolutely enthralling match between England and our Aussies. It has been new player John Smith that has been absolute standout of the day. 150 not out and still going strong. It is 2 test matches each for England and Australia. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. Jane and Maya are giving a commentary of the cricket match between Town Model School and Delhi School. Can you help them complete it? അപ്പം ജെയിനും മായയും ക്രിക്കറ്റിന് കമൻട്രി കൊടുക്കുകയാണ്. അവിടെ ഒരു മാച്ച് നടക്കുകയാണ്. ടൗൺ മോഡൽ സ്കൂളും അതേപോലെ തന്നെ ഡൽഹി സ്കൂളും. ക്യാൻ യു ഹെൽപ്പ് ദം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഇവിടെ എന്താണ് ഒരു 2-3 കമൻട്രി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. എന്തൊക്കെയാണ് കമൻറ്റേറ്റർ 1 എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി ആർ ലൈവ് അറ്റ് ദ ബസ്ലിംഗ് ക്രിക്കറ്റ് ഗ്രൗണ്ട് വെർ ദ മച്ച് awaited annual cricket match between Town Model School and Delhi School about to begin. The atmosphere here is an electric with the supporters from both schools creating a vibrant and colorful scene. It is sure to be an exciting show. അപ്പോൾ കമൻറ്റേറ്റർ 2 എന്തൊക്കെയോ പറയണം. അപ്പോൾ അത് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. വെൽക്കം ടു ദ ടൗൺ മോഡൽ സ്കൂൾ വേഴ്സസ് ഡൽഹി സ്കൂൾ ക്രിക്കറ്റ് മാച്ച്. അപ്പോൾ മായ പറയാം, ദ അറ്റ്മോസ്ഫിയർ ഈസ് ഇലക്ട്രിക്. ടൗൺ മോഡൽ ക്യാപ്റ്റൻ രഞ്ജി ലുക്സ് ഡിറ്റർമിൻഡ്. അപ്പോൾ ജെയിം പറയാണ്, സൂര്യ ബോൾസ് ദ ഫസ്റ്റ് ബോൾ. റോഹൻ ടേക്സ് എ കോഷ്യസ് അപ്രോച്ച്. Delhi struggles at 50-2. Town Model's fielding shines. അടുത്ത കമൻറ്റ് പറയുന്നത്, രഞ്ജി ടേക്സ് ദ ക്രീസ്. ഹി ഈസ് നോൺ ഫോർ എക്സ്പ്ലോസീവ് ബാറ്റിംഗ്. അപ്പം മായ പറയുന്നത് 6. രഞ്ജി സെൻസ് ദ ബോൾ സോറിംഗ്. Town Model leads 154-4. Delhi fights back but Ranji is unstoppable. Town Model wins by 20 runs. Congratulations. Outstanding performance by Ranji and his team. അപ്പോൾ അവർ തമ്മിലുള്ള കമൻറ്റ് നിങ്ങൾ ഈ മോഡൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ്. Imagine you had the opportunity to interview some local sports personalities. What questions would you ask them about their journeys, challenges for aspiring athletes? Write down at least 5 questions you would ask in the interview. Share with your friends the questions you have prepared. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് സ്പോർട്സ് പേഴ്സണാലിറ്റീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ സ്പോർട്സ്മാൻ? അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ തയ്യാറാക്കണം. ഇനി അടുത്തത്, വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം സ്പോർട്സ്മാൻ ആൻഡ് വാട്ട് ഡ്രൈവ്സ് യു കണ്ടിന്യൂ പുഷിങ് യുവർ സെൽഫ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ യു ഷെയർ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ചലഞ്ച് ആസ് എൻ അത്ലറ്റ് ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്? എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? അത് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു? നെക്സ്റ്റ്, ഹൗ ഡു യു ബാലൻസ് അക്കാഡമിക്സ് ഓർ പ്രൊഫഷണൽ ലൈഫ് വിത്ത് യുവർ സ്പോർട്സ് കരിയർ? Next, what role has mentorship coaching played in your success? How do you handle pressure, setbacks or injuries? What advice would you give aspiring athletes regarding goal setting and achievement? How do you stay physically and mentally fit for competitions? Can you describe a defining moment in your sports career that changed your approach or mindset? How do you handle conflicts between personal and team goals? What legacy do you hope to leave in your sport and how do you plan to inspire future generation? ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് രൂപപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിങ്ങളങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഇനി അടുത്തത് എന്താണ്? യു മേ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ 10 ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ട് വിത്ത് ഇൻ്റർവ്യൂ ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളത് ക്ലാസ്സിൽ അത് ആക്ട് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. മിസ്റ്റർ കുമാർ ലൈക്ക്ഡ് എൻകറേജിങ് യങ് പ്ലെയേഴ്സ് ആൻഡ് ഹി തോട്ട് രഞ്ജി വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ. അപ്പോൾ കുമാർ എന്ന് പറയുന്ന ആൾ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. യങ് പ്ലെയേഴ്സിനെയൊക്കെ എൻകറേജ് ചെയ്യുമായിരുന്നു. Here are some instructions Mr. Kumar might have given രഞ്ജിക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ, കീപ്പ് ദിസ് ബാറ്റ് ആൻഡ് വാച്ച് യുവർ ഫീറ്റ് വെൻ യു ഫേസ് ഫാസ്റ്റ് ബൗളേഴ്സ്.
ഇപ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സിനെയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രാക്ടീസ് ഡ്രൈവ്സ് ആൻഡ് കട്ട്സ് ഫോർ ആൻ ഹവർ എവറി ഡേ. ഒരു ദിവസം എന്തായാലും പ്രാക്ടീസ് ചെയ്യണം. വർക്ക് ഒരു മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. വർക്ക് ഓൺ യുവർ ടൈമിങ്സ് വെൻ പ്ലേയിങ് ഷോട്ട്സ്. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ് ദം. ഡോണ്ട് റൺ ടു ഫാസ്റ്റ് വെൻ യു ആർ ബൗളിംഗ്. സ്റ്റേ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻസ് ഓൺ ദ ഫീൽഡ്. അപ്പം എന്തൊക്കെയായിരിക്കും മിസ്റ്റർ കുമാർ രഞ്ജിക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. ഇനി റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ യൂസിങ് ദ വേർഡ് കീപ്പ്. ഇപ്പോൾ കീപ്പ് വെച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്?